മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കൊടും ക്രൂരതയാണ് ഒരു മനുഷ്യനോട് ചെയ്തത്. കാലിലും കഴുത്തിലും നെഞ്ചിലും വെടിയുതിർത്ത് കൊന്ന ശേഷം 17-കാരൻ്റെ മൃതദേഹത്തോട് കൊടും ക്രൂരത കാണിച്ച് ഇസ്രായേൽ സേന. ബുൾഡോസർ ഉപയോഗിച്ച് അധിനിവേശ സേന മൃതദേഹം ഛിന്നഭിന്നമാക്കി. ബുൾഡോസറിന്റെ ഇരുമ്പ് കൈകൾ കൊണ്ട് കൗമാരക്കാരന്റെ കാലുകൾ ഛേദിച്ചു. വയറ് കുത്തിക്കീറി ആന്തരികാവയവങ്ങൾ വലിച്ചു പുറത്തിട്ടു. വെസ്റ്റ് ബാങ്കിലെ തൂബാസിലെ അൽഫറ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇങ്ങനെയൊരു ക്രൂരത നടന്നത്. ഫലസ്തീനിയൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഈ ഭീകര സംഭവത്തിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്. വടക്കൻ വെസ്റ്റ് ബാങ്കിൽ തുടർച്ചയായ 10 ദിവസം അഴിഞ്ഞാടി കൊലപാതകങ്ങളും വ്യാപക നശീകരണവും നടത്തിയ ഇസ്രായേൽ സൈനികർ 9ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെയാണ് 17 വയസ്സുള്ള മജീദ് ഫിദ അബൂസീനയെ ക്രൂരമായി കൊന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പുലർച്ചെ 12:45 ബുൾഡോസറുകളും ഡ്രോണുകളും സഹിതം അൽഫറ അഭയാർത്ഥി ക്യാമ്പിൽ ഇരച്ചെത്തിയ സൈന്യം ക്യാമ്പിന്റെ പടിഞ്ഞാറുവശത്തുള്ള മജീദ് ഫിദ അബൂസീനയെ വെടിവെക്കുകയായിരുന്നു. ആദ്യം കാലിൽ വെടിയുതിർത്തു. തുടർന്ന് ഒരു പട്ടാളക്കാരൻ അവന്റെ ഷർട്ട് അഴിക്കാൻ കൽപ്പിച്ചു. അവൻ അനുസരിച്ചു. തുടർന്ന് പാൻ്റ് അഴിക്കാൻ ഉത്തരവിട്ടപ്പോൾ കുട്ടിക്ക് കഴിഞ്ഞില്ല. ഉടൻ തന്നെ പട്ടാളക്കാരൻ മജീദ് ഫിദയുടെ കഴുത്തിലും നെഞ്ചിലും വെടിവെച്ചു. നിലത്ത് പിടഞ്ഞു വീണ അവൻ ഏകദേശം 1.5 മണിക്കൂറോളം രക്തം വാർന്നു കിടന്നു. സഹായം നൽകാനോ മൃതദേഹം മാറ്റാനോ ആരോഗ്യപ്രവർത്തകരെ പോലും ഇസ്രായേൽ സേന സമ്മതിച്ചില്ല. പിന്നീട് ഏകദേശം പുലർച്ചെ 2:30 ഒരു സൈനിക ബുൾഡോസർ കൊണ്ടുവന്ന് കുട്ടിയുടെ ശരീരം വികൃതമാക്കാൻ തുടങ്ങി. വയറു കീറുകയും ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു. ബുൾഡോസറിന്റെ ഇരുമ്പ് പല്ലിൽ കോർത്ത് കാലുകൾ ഒടിച്ചു. നെബലസ് തുബാസ് റോഡിലൂടെ അൽഫറ കുന്നിൽ മൃതദേഹം വലിച്ചെറിഞ്ഞു. 6:45 അധിനിവേശ സേന സ്ഥലത്ത് നിന്ന് പിന്മാറിയ ശേഷം വികൃതമായി തിരിച്ചറിയാനാകാത്ത മൃതദേഹം നാട്ടുകാർ വീണ്ടെടുത്ത് തുബാസ് ടർക്കിഷ് പബ്ലിക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീടാണ് കുട്ടി ക്യാമ്പിലെ താമസക്കാരനായ മജീദ് ഫിദ അബൂസീനയാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്.